ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസ് ഹാമിസ് അഷ്റ 15ാമത്തെ പാഠം. എന്താണ്? ഹസ്ബുൻ അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ കഅബ നമ്മുടെ കിബിലയാണ്. വിശുദ്ധ കഅബ നമ്മുടെ കിബിലയാണ്. പരിശുദ്ധ മക്കയിലാണ് കഅബ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ആളുകൾ വരുന്നു. വിശുദ്ധ കഅബയുടെ പ്രശസ്തി യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി. അയാൾ കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. ഗജവീരന്മാരും ധാരാളം ആയുധങ്ങളുമുള്ള സൈന്യമാണ്. അവർ മക്കയുടെ സമീപത്തെത്തി. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ കിബിലയാണ് വിശുദ്ധ കഅബ. വിശുദ്ധ കഅബ നമ്മുടെ കിബിലയാണ്. അതെവിടെയാണ്? പരിശുദ്ധ മക്കയിലാണ്. നമ്മുടെ കിബില പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ മക്കയിലാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ആളുകൾ വരുന്നു. എവിടേക്ക്? പരിശുദ്ധ മക്കയിലെ കഅബയിലേക്ക്. മനസ്സിലാക്കട്ടോ. പിന്നെ എന്താണ്? വിശുദ്ധ കഅബയുടെ പ്രശസ്തി അസ്വസ്ഥനാക്കി. ആരെ? യമനിലെ അബ്രഹത്ത് രാജാവിനെ. യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി. എന്ത്? തിരിച്ചും ചോദ്യം വരും. എന്താണ് അസ്വസ്ഥനാക്കിയത്? കഅബയുടെ പ്രശസ്തി. കഅബയുടെ പ്രശസ്തി യമനിലെ അബ്രഹത്ത് രാജാവിനെ അസ്വസ്ഥനാക്കി. അയാൾ കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് വൻ സൈന്യവുമായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. അബ്രഹത്ത് വൻ സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടത് എന്തിനാണ്? കഅബ പൊളിക്കാനാണ്. സൈന്യത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഗജവീരന്മാർ, ആനകളുണ്ട്. ഗജവീരന്മാർ എന്ന് പറഞ്ഞാൽ ആന. പിന്നെ ധാരാളം ആയുധങ്ങളുള്ള സൈന്യവുമാണ്. ആയുധങ്ങളൊക്കെ ഉള്ള സൈന്യവുമായിട്ടാണ് അബ്രഹത്ത് മക്കയിൽ കഅബ പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ അവർ മക്കയുടെ സമീപത്തെത്തി. മക്കയുടെ അടുത്തെത്താനായി. അപ്പോൾ അവരെന്ത് ചെയ്തു? മക്കക്കാരെ ഭയപ്പെടുത്താൻ അവിടെ മേഞ്ഞ് നടന്നിരുന്ന ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. മക്കക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ മേഞ്ഞ് നടന്നിരുന്ന ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ എത്ര ഒട്ടകങ്ങളാണ്? 200 ഒട്ടകങ്ങൾ. അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. ആരുടെ ഒട്ടകങ്ങളായിരുന്നു? അബ്ദുൽ മുത്തലിബിൻ്റെ. ഈ വിവരം അബ്ദുൽ മുത്തലിബ് അറിഞ്ഞു. വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു. തൻ്റെ 200 ഒട്ടകങ്ങളെ അബ്രഹത്ത് കൊണ്ടുപോയിന്നുള്ള വിവരം അറിഞ്ഞ് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു. അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു തരണം. അബ്രഹത്തിനോട് പറയാണ്, എൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു തരണം. അബ്രഹത്ത് പറഞ്ഞെന്ത്? ഒട്ടകങ്ങളാണോ നിങ്ങൾക്ക് വലുത്? ഞാൻ കഅബ പൊളിക്കാൻ വന്നതാണ് എന്ന് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു. അബ്രഹത്ത് എന്താ പറഞ്ഞത്? ഞാൻ കഅബ പൊളിക്കാൻ വന്നതാണ്, നിങ്ങൾക്ക് ഒട്ടകങ്ങളാണോ വലുത് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് പറഞ്ഞു? ഒട്ടകം എൻ്റേതാണ്, അത് എനിക്ക് തിരിച്ചു തരിക. കഅബ അല്ലാഹു തആലയുടേതാണ്, അതവൻ സംരക്ഷിച്ചു കൊള്ളും. അബ്രഹത്തിന് ഒട്ടകങ്ങളെ തിരിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് എന്താ പറഞ്ഞത്? ഒട്ടകം എൻ്റേതാണ്, അത് എനിക്ക് തിരിച്ചു നൽകുക. കഅബ അല്ലാഹു തആലയുടേതാണ്, അത് അവൻ സംരക്ഷിച്ചു കൊള്ളുമെന്ന് അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അപ്പോൾ അബ്രഹത്ത് ഒട്ടകങ്ങളെ തിരിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബ് ജനങ്ങളോട് കഅബയുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. കഅബയുടെ സമീപത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. ചുറ്റും കൂടിയവർ ആമീൻ പറഞ്ഞു. എല്ലാവരും സ്ഥലം വിട്ടു. അബ്ദുൽ മുത്തലിബ് അവിടെ കഅബയുടെ ചുറ്റും താമസിക്കുന്നവരോട് കഅബയുടെ പരിസരത്ത് നിന്ന് താമസം മാറ്റാൻ പറഞ്ഞു. അവിടുന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു.
എന്നിട്ട് കഅബയുടെ സമീപത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. ചുറ്റും കൂടിയവർ ആമീനും പറഞ്ഞു. അല്ലാഹു തആല ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെ അയച്ചു. ചുട്ടുപഴുത്ത കല്ലുകളുമായിട്ട് അവ എത്തി. തീക്കല്ലുകൾ സൈന്യത്തിനു നേരെ വർഷിച്ചു. അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെയായി. പരിശുദ്ധ കഅബ തകർക്കാൻ വന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചു. പരിശുദ്ധ കഅബ തകർക്കാൻ വന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെ അയച്ചു. ചുട്ടുപഴുത്ത കല്ലുകളുമായിട്ട് തീക്കല്ലുകൾ സൈന്യത്തിന് നേരെ വർഷിച്ചു. അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെയായി. കഅബ തകർക്കാൻ വന്നവരെ അല്ലാഹു തആല നശിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കട്ടെ. അത് അതിന് ഭാഗത്ത് ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അടയാളപ്പെടുത്തണം. അല്ലാഹു ഹാഫിളുന, അല്ലാഹു തആല നമ്മുടെ സംരക്ഷകനാണ്. അല്ലാഹു തആല നമ്മുടെ സംരക്ഷകനാണ്. ഇതെന്താണ് ചിത്രം? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പരിശുദ്ധ കഅബയുടെ ചിത്രമാണ്. മനസ്സിലാക്കട്ടാ. നഖ്റ നഫമ ഭാഗത്ത് നമ്മൾ വായിച്ച ഓരോ വേർഡ്സും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കൊക്കെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞു പക്ഷികൾ, സ്മാൾ ബേർഡ്, മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. നമുക്കൊരു നുൻഷിദ് ഈ പാഠത്തെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. എന്താണ്? മുസ്ലിം മക്കൾ ഹജ്ജിന് പോകും മക്ക എന്നൊരു ദേശത്ത്, കഅബ പൊളിക്കാനായി വരുന്നു യമനിലെ രാജൻ അബ്റഹത്ത്. ആനകളും കുറയാളുകളൊത്ത് മക്കയിലെത്താൻ നേരത്ത്, കുഞ്ഞിക്കല്ലുകളേന്തി അബാബിൽ കുരുവികളെത്തി മാനത്ത്. താഴോട്ടെറിയും കല്ലുകൾ തലയിൽ വീണവരെല്ലാം മയ്യിത്ത്. കഅബ സുരക്ഷിതമന്നും ഇന്നും എല്ലാം റബ്ബിൻ കുദ്റത്ത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്കിതിൻ്റെ വർക്കിൽ ആദ്യം വരുന്ന നുൻഷിദിൽ കലിമത്താണ്. കലിമത്ത് ഉണ്ടാക്കാനാണ് ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിതാബത്ത് എക്സാമിന് വരുന്ന ചോദ്യത്തിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ ദ വെച്ചിട്ടാണ് എന്തെഴുതാ? നമുക്ക് പാഠഭാഗത്ത് തന്നെ ഉണ്ടാവും ഇതിൻ്റെ വേർഡ്സുകൾ. നമ്മൾ വിശുദ്ധ പഠിച്ചിട്ടുണ്ട് അല്ലേ? പരിശുദ്ധ, വിശുദ്ധ ഒക്കെ ദാലും ഹായും കൂടി ചേർന്നിട്ടാണ് ദാ വരിക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ്സ് ഇവിടെ എഴുതാം. അപ്പോൾ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തുക, എന്നിട്ട് തെറ്റില്ലാതെ എഴുതുക കേട്ടോ. വിശുദ്ധ മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ ഒക്കെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അടുത്തത് ജ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പാഠത്തിൽ തന്നെ വേണമെന്നില്ല അല്ലേ? അപ്പം എന്ത് എഴുതാം? ജ വെച്ചിട്ട് ജനങ്ങൾ എന്ന് എഴുതാം. മനസ്സിലായില്ല? ജനങ്ങൾ. അടുത്തത് ട വെച്ചിട്ട് ഒട്ടകങ്ങൾ. അപ്പോൾ ഒട്ടകങ്ങൾ അത് എഴുതാം. അടുത്തതോ ഷി, അടിയിൽ പുള്ളി വരുന്ന ഷി. വർഷിച്ചു ഷീ വന്നു അല്ലേ? വർഷിച്ചു എന്ന് എഴുതാം. അടുത്തത് ബ ഓ ഹാവും കൂടി ചേർന്ന ഭയപ്പെടുത്താൻ. അപ്പോൾ ഭയപ്പെട്ടു എന്നൊക്കെ എത്ര കുറച്ച് എഴുതിയാൽ മതി നമുക്ക്. ഭയപ്പെട്ടു എന്ന് അവിടെയൊക്കെ എഴുതാം. അടുത്തത് ഓ. അപ്പോൾ എന്താ എഴുതാം നമുക്ക്? ഒട്ടകം എന്ന് എഴുതാം. പിന്നെ ഒന്ന്, ഒരുമ, എന്ത് വേണമെങ്കിലും എഴുതാം. ഓ. അപ്പോൾ ഒട്ടകം, മനസ്സിലായില്ലേ? അപ്പോൾ ഓ വരുന്ന ഏതെങ്കിലും ഒരു വേർഡ്സ് നമുക്ക് എഴുതാൻ കഴിയണമെന്നുള്ളൂ, അക്ഷരത്തെറ്റില്ലാതെ കേട്ടോ. അപ്പോൾ അവിടുന്ന് എഴുതുക. ഒട്ടകം എന്നോ, ഒന്ന് എന്നോ, ഒരുമ എന്നോ, എന്ത് വേണമെങ്കിലും എഴുതാം. അടുത്തത് സി വരണം. ഷീ വരണം. നശിച്ചു പാഠത്തിൻ്റെ അവസാനത്തിൽ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നശിച്ചു എന്നോ നശിപ്പിച്ചു എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. മനസ്സിലാക്കിയിട്ട് എഴുതുക. കല്ല് അല്ലേ? കല്ല് എഴുതാം. അവിടെ കല്ലുകൾ എന്നത് കല്ല് ആക്കിയിട്ട് നമുക്ക് എഴുതാം. കല്ല് എന്നുള്ളത്. ഓക്കെ. അടുത്തത് നീട്ടാനുണ്ട് അല്ലേ? നമ്മളിവിടെ ആയുധമുള്ള. അപ്പോൾ ആയുധങ്ങൾ എന്നാക്കിയിട്ട് നമുക്ക് അവിടെ ഒരു വേർഡ്സ് എഴുതാം. അപ്പോൾ ഇതൊക്കെ
നമുക്ക് എക്സാമിന് കിതാബത്തെ എക്സാമിന് വരുന്നതാണ്, മനസ്സിലാക്കുക. ഇനി അതുപോലെ നുൻഷിൽ ജുമുല, വാക്യം നിർമ്മിക്കണം. സ്ഥലം വിട്ടു, അവർ സ്ഥലം വിട്ടു എന്ന് എഴുതാം അല്ലേ, മനസ്സിലായോ? അവർ സ്ഥലം വിട്ടു. എന്നെ കണ്ടപ്പോൾ അവർ സ്ഥലം വിട്ടു. എങ്ങനെ വലിയ സെൻറ്റൻസ് ആക്കണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ. പിന്നെ തീക്കല്ലുകൾ, പാഠത്തിലുള്ളത് എഴുതാം. തീക്കല്ലുകൾ വർഷിപ്പിച്ചു. തീക്കല്ലുകൾ സൈന്യത്തിനു നേരെ വർഷിപ്പിച്ചു. തീക്കല്ലുകൾ വർഷിപ്പിച്ചു എങ്ങനെ എഴുതിയാലും മതി, മനസ്സിലാക്കട്ടോ. അടുത്തത് പരിസരം. എന്തായിരുന്നു പരിസരം? കഅബയുടെ പരിസരത്ത് നിന്ന്, കഅബയുടെ പരിസരത്തു നിന്ന് അങ്ങനെ എഴുതാം. മാറി താമസിച്ചു, ഞങ്ങൾ കഅബയുടെ പരിസരത്തെത്തി ഒക്കെ എഴുതാം, മനസ്സിലായോ? കഅബയുടെ പരിസരത്തെത്തി. അടുത്തത് സൈന്യം. എന്താണ്? ധാരാളം സൈന്യം, ആയുധങ്ങളുള്ള സൈന്യം അങ്ങനെ എഴുതാം. ആയുധങ്ങളുള്ള സൈന്യം, ധാരാളം സൈന്യം, സൈന്യത്തെ കണ്ടു എങ്ങനെ വേണമെങ്കിലും എഴുതാം. നാനാഭാഗം, നാനാഭാഗം, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും. അപ്പോൾ ഭാഗം എന്നുള്ള വേർഡ്സ് അതിൽ ഉൾപ്പെട്ടാൽ മതി. അടുത്തത് നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നമ്മുടെ കിബില ഏതാണ്? ഏതാണ് നമ്മുടെ കിബില? പരിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. ഇവിടുന്ന് ഏതാ? വിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. വിശുദ്ധ കഅബയാണ് നമ്മുടെ കിബില. അടുത്തത് അബ്രഹത്ത് ഏത് നാട്ടിലെ രാജാവായിരുന്നു? ഏത് നാട്ടിലേതാ? യമനിലെ, യമനിലെ രാജാവാണ് അബ്രഹത്ത്. യമനിലെ രാജാവാണ് അബ്രഹത്ത്. അടുത്തത് വിശുദ്ധ കഅബ എവിടെയാണ്? വിശുദ്ധ കഅബ എവിടെയാണ്? അത് പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ മക്കയിലാണ് കഅബ. നാലാമത്തത് അബ്രഹത്ത് പരിശുദ്ധ മക്കയിലേക്ക് വന്നതെന്തിന്? എന്തിനാണ് മക്കയിലേക്ക് വന്നത്? കഅബ പൊളിക്കാനാണ് അബ്രഹത്ത് മക്കയിലേക്ക് വന്നത്. കഅബ പൊളിക്കാൻ. അടുത്തത് അബ്രഹത്തിന്റെ സൈന്യത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? എന്തെല്ലാം ഉണ്ടായിരുന്നു? ഇവിടുന്ന് എഴുതാ. ഗജവീരന്മാരും ധാരാളം ആയുധങ്ങളുമുള്ള സൈന്യമാണ്. ഗജവീരന്മാരും ധാരാളം ആയുധങ്ങളുമുള്ള സൈന്യമാണ്. അടുത്തത് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിന്റെ എത്ര ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി? എത്ര ഒട്ടകങ്ങളെയാണ്? 200 ഒട്ടകങ്ങളെ. 200 ഒട്ടകങ്ങളെയാണ് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിൻ്റേത് പിടിച്ചു കൊണ്ടുപോയത്. അടുത്തത് അല്ലാഹു തആല അബ്രഹത്തിനെയും സൈന്യത്തെയും എങ്ങനെ നശിപ്പിച്ചു? എങ്ങനെയാ നശിപ്പിച്ചത്? നമ്മളിവിടെ പറഞ്ഞു അല്ലേ? അല്ലാഹു തആല ഒരു കൂട്ടം കുഞ്ഞു പക്ഷികളെ അയച്ചു. ചുട്ടുപഴുത്ത കല്ലുകളുമായി അവയെത്തി ഈ കല്ലുകൾ സൈന്യത്തിനു നേരെ വർഷിപ്പിച്ചു. അവരുടെ ശരീരങ്ങൾ ചതഞ്ഞരഞ്ഞതുപോലെ ആയി. അപ്പോൾ അത്ര എഴുതിയിട്ട് പഠിക്കട്ടാ. ഇതൊക്കെ എക്സാമിന് ചോദ്യം വരാറുണ്ട്. ഇനി നക്തുബുൽ മാന അർത്ഥം എഴുതണം. അല്ലാഹു ഹാഫിലുന, പാഠത്തിൻ്റെ അടിയിലൊരു ബോക്സ് പഠിച്ചിരുന്നു അല്ലേ? അല്ലാഹു ഹാഫിലുന എന്താണ്? അല്ലാഹു തആല നമ്മുടെ സംരക്ഷകനാണ്. അല്ലാഹു തആല നമ്മുടെ സംരക്ഷകനാണ്. അടുത്തത് ഒരു സംഭാഷണമാണ്. അതുപോലെ പകർത്തി എഴുതാനാണ്. ഹാമിദും മുഹമ്മദും തമ്മിലുള്ള സംഭാഷണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അതുപോലെ എഴുതുക. പിന്നെ മുഹമ്മദ് എന്ത് പറഞ്ഞു? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാം അടക്കി. അപ്പോൾ അത് എഴുതുക. പിന്നെ ഹാമിദ് ചോദിച്ചു കൈഫ ഹാലുക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതുപോലെ എഴുതുക. പിന്നെ മുഹമ്മദ് മറുപടി പറയാ സൈൻ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സുഖാണ് പറഞ്ഞു. അൻത കൈഫ ഹാലുക്കും, മുഹമ്മദ് വീണ്ടും ഹാമിദിനോട് ചോദിക്കുകയാണ് കൈഫ, നിനക്ക് സുഖാണോ? അൻത കൈഫ ഹാലുക്കും, നിനക്ക് സുഖാണോ? അപ്പോൾ അതുപോലെ എഴുതുക. ഹാമിദ് എന്ത് പറഞ്ഞു? ബിഹൈർ അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ, എനിക്കും സുഖാണ്, അൽഹംദുലില്ലാ. അപ്പോൾ അതൊരു സംഭാഷണമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ പകർത്തി എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ 15ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.